നിശബ്ദ പ്രചരണത്തിലാണ് യു.ഡി.എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ. ഇപ്പോൾ ഇനി ഒരു ദിവസം കൂടി, നാളെ ഈ സമയമാകുമ്പോഴേക്കും പോളിംഗ് ബൂത്തിലെത്തിയ ആളുകൾ വോട്ട് രേഖപ്പെടുത്തി കൊടുക്കും. എത്രമാത്രം ആത്മവിശ്വാസമുണ്ട്? ഞാൻ പറഞ്ഞല്ലോ, മാർച്ച് 9 മുതൽ ഇന്നലത്തെ കൊട്ടിക്കലാശം വരെ നോക്കുമ്പോൾ ഓരോ ദിവസവും ആവേശം വർദ്ധിച്ചു വരികയാണ്. ഇന്ന് പറയുമ്പോൾ നിശബ്ദ പ്രചരണമാണ്, എന്നാലും സ്ഥാനാർത്ഥി വരുന്നു അറിയുമ്പോൾ എല്ലാ പ്രദേശങ്ങളിലും ആളുകൾ കൂടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 101% വിജയം ഉറപ്പാണ്. ഈ തൃശ്ശൂർ പോലൊരു മണ്ഡലം ന്യൂനപക്ഷങ്ങൾക്ക് വലിയ സ്വാധീനം, വിജയം നിശ്ചയിക്കുന്നത് പ്രധാനമായും ന്യൂനപക്ഷ വോട്ടുകളാണ്. കഴിഞ്ഞ തവണ ന്യൂനപക്ഷ വോട്ടുകൾ നല്ല രീതിയിൽ യു.ഡി.എഫിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണത്തെ സാധ്യതകളാണ്, ഇത്തവണ ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ വരണം, അധികാരത്തിൽ വരണം എന്നുള്ള ഒരു വാശി ഈ നമ്മുടെ സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണി സുഗമമായ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ജയിക്കണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം ഐക്യജനാധിപത്യ മുന്നണിയിലെ എല്ലാ കക്ഷികളും ഇന്ത്യ മുന്നണിയിലുണ്ട്. ചിലർ യോഗം കൂടുമ്പോൾ അകത്ത് കയറില്ല, ചിലർ പുറത്ത് നിൽക്കും, അങ്ങനത്തെ ഏർപ്പാടൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് യു.ഡി.എഫിലെ എല്ലാ കക്ഷികളും ഇന്ത്യ മുന്നണിയിലെ അംഗങ്ങളാണ്. അപ്പോൾ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്ത പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇപ്പോൾ മഹാരാഷ്ട്ര പോലത്തെ സംസ്ഥാനങ്ങളിലൊക്കെ ഞങ്ങൾ ഉറപ്പായിട്ട് ജയിക്കുന്ന സീറ്റുകൾ പോലും ഞങ്ങൾ വിട്ടുകൊടുത്തു. കാരണം മുന്നണി ഉണ്ടാവണം, ഇന്ത്യയിൽ മോഡിയെ പുറത്താക്കണം, ആ ഒരു വാശിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ മുന്നണിയെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വാസം. ആ ഇന്ത്യ മുന്നണിയുടെ കേരളത്തിൻ്റെ രൂപമാണ് യു.ഡി.എഫ്. അതുകൊണ്ട് യു.ഡി.എഫിന് നല്ല വിജയപ്രതീക്ഷയാണ്. കഴിഞ്ഞ ലോക്സഭയുടെ അതേ ചിത്രം, കഴിഞ്ഞ തവണ ഒരു സീറ്റ് നോട്ടക്കുറവ് കൊണ്ടുപോയി, അതുൾപ്പെടെ 2020 ഇത്തവണ ഞങ്ങൾ അടിച്ചിരിക്കും. ഇപ്പോൾ ഈ ന്യൂനപക്ഷ വോട്ടുകൾക്കിടയിൽ ഇപ്പോൾ എൽ.ഡി.എഫ് വലിയ രീതിയിൽ പ്രചരണം നടത്തേണ്ട, അവരാണ് ന്യൂനപക്ഷ സംരക്ഷകർ എന്ന രീതിയിൽ അവർ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കോഴീനെ സംരക്ഷിക്കാൻ കുറുക്കനെ ഏൽപ്പിക്കുന്ന പോലെയാണ്. കാരണം പൗരത്വ ഭേദഗതിയിൽ 860 കേസുകളാണ് എടുത്തത്. പറയുമ്പോൾ ആ കാര്യത്തിൽ എൽ.ഡി.എഫിനും യു.ഡി.എഫിനും ഒരേ ഇതാണല്ലോ. പിന്നെ എന്തിന് കേസെടുത്തതെന്താ? പിൻവലിച്ചതിൻ്റെ കണക്ക് നോക്കണ്ട, എന്തിന് കേസെടുത്തതെന്തിനാ? ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പോലും ഇവിടെ അതിൻ്റെ പേരിൽ നടത്തിയ പ്രകടനത്തിന് എതിരായിട്ട് കേസെടുത്തു. അപ്പോൾ ഇവർ ന്യൂനപക്ഷങ്ങൾ ഒപ്പമെന്ന് പറഞ്ഞിട്ട് പ്രസംഗിക്കുകയും പ്രവൃത്തി നേരെ ഇരുത്തും. മാത്രമല്ല ഇവർക്ക് നല്ല വ്യക്തമായിട്ടുള്ള BJP ബന്ധമുണ്ട് കേരളത്തിൽ. ഇന്നലെ തന്നെ പലയിടത്തും ചില സോഷ്യൽ ഗ്രൂപ്പ്സൊക്കെ, LDFൻ്റെ ചില സോഷ്യൽ ഗ്രൂപ്പ്സൊക്കെ വളരെ വ്യക്തമായി തന്നെ BJPക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങൾ പരത്തുന്നുണ്ട്. ഇന്നലെ പൂങ്കുന്നത്തെ ഒരു ഫ്ലാറ്റിൽ വോട്ടർ പട്ടികയിൽ അവിടെ താമസത്തിൽ ഇങ്ങനത്തെ പേരുകാരും അറിയില്ല, അവിടെ കുറേ ഒരു 20ഓളം വോട്ട് ചേർത്തിരിക്കുക. ഞാനിപ്പോൾ റിട്ടേൺ കംപ്ലയിൻറ്റ് കളക്ടർക്ക് ഒന്ന് കൊടുത്തു. അവിടുത്തെ BLO CPMകാരനാണ്, അവരുടെ സർവീസ് സംഘടനയിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ അനുമതി അവിടെ ചേർത്ത ആരെ അറിയോ? ചേർത്ത BJPക്കാരെ. അപ്പോൾ എങ്ങനെ CPMൻ്റെ BLO ഉള്ളപ്പോൾ എങ്ങനെ BJPക്കാരെ ചേർത്തു? അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാണല്ലോ, തൃശ്ശൂരിൽ വ്യക്തമായിട്ടുള്ള അന്തർധാരയുണ്ട്. ഇപ്പോൾ കരുവന്നൂർ അടുത്തൊരു പ്രധാന പ്രശ്നമാണ്. ഇപ്പോൾ അവസാന ദിവസങ്ങളിൽ വരെ കരുവന്നൂർ ഈ തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം എഫക്റ്റ് ചെയ്യും? കരുവന്നൂർ എന്താ പറയുക, അത് കാര്യമായിട്ട് LDFനെതിരായിട്ടുള്ള വികാരം ഉണ്ടാക്കും, യാതൊരു സംശയക്കാര്യത്തില്ല. പിന്നെ അതിൽ കേന്ദ്ര സർക്കാരിനോടും ജനത്തിന് വിരോധമുണ്ട്. അത് നോട്ടീസ് അയച്ച് കളിക്കുക, വർഗീസിന് നോട്ടീസ് അയച്ച് കളിക്കുക. ഇതൊക്കെ നേരെ വെച്ചൊരു കോൺഗ്രസ്സുകാരനാണെങ്കിൽ നോട്ടീസല്ല വരിക, അറസ്റ്റാണ് വരിക. ഇത് അറസ്റ്റ് നടക്കില്ല, ഞാൻ പറഞ്ഞല്ലോ, അറസ്റ്റ് നടക്കില്ല എന്ന് 100% ഉറപ്പുണ്ട്. കാരണം ഇത് അന്തർധാരയ്ക്ക് വേണ്ടിയിട്ടുള്ള നോട്ടീസായപ്പോൾ അത് ഏതാണ്ട് അന്തർധാര റെഡി ആയിട്ടുണ്ട്. ഏതായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കഴിഞ്ഞ തവണത്തെ ഉള്ളത്, ഇത്തവണ നിലനിർത്തുമെന്ന് UDF ഉറച്ചു വിശ്വസിക്കുന്നു. റിപ്പോർട്ടർ ജെയ്സൺ ഇൻ റിപ്പോർട്ടർ, തൃശ്ശൂർ.